ഓക്കെ ഗേസ്, അപ്പോൾ കഴിഞ്ഞ 2 മാസം മുന്നേ ഞാനൊരു കാറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അത് ടൊയോട്ട ഫോർച്യൂണറാ. ഇന്നിപ്പോൾ നമ്മുടെ സിറ്റിയിലുള്ള ഷോറൂമിലെ ആ ഫോർച്യൂണർ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ പോയിട്ട് ആ ഫോർച്യൂണറുടെ ഡെലിവറി എടുക്കാം. ഇന്ന് പിന്നെ എന്താണോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. കാരണം ഞാനൊരു പുതിയ വണ്ടി മേടിക്കാൻ പോവാ. എൻ്റെ കയ്യിൽ പിന്നെ ഓൾറെഡി ഒരു മഹീന്ദ്ര താറുണ്ട് കേട്ടാ. ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ഈ താറാണ് ഓടിക്കാറ്. എനിക്ക് പിന്നെ എന്താണോ, ഈ താറ് ഓടിച്ച് മടുത്തേക്കാ. അതുകൊണ്ട് ഞാൻ പുതിയ കാറങ്ങ് മേടിച്ചു. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ആ കാറിൻ്റെ ഡെലിവറി എടുക്കാം. അതിനു മുൻപേ നമുക്ക് ഡ്രസ്സൊന്നും മാറാണ്ടാ. ഈ കോലത്തിൽ നമുക്ക് ഷോറൂമിൽ പോകാൻ പറ്റില്ല. നമുക്കപ്പോൾ ഡ്രസ്സ് മാറാം. ഓക്കെ, ഇവിടെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടാ. ഞാൻ പിന്നെ പുതിയ ഷർട്ടൊക്കെ മേടിച്ചു. ഈ ഷർട്ട് കാണാനേ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഡിസൈൻ നൈസായിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ നേരെ ഷോറൂമിലേക്ക് പോവാം. ഏത് വണ്ടിയിലാണ് പോവാ? ബൈക്ക് എടുക്കണ, കാർ എടുക്കണ? നമുക്ക് തൽക്കാലം കാർ എടുക്കാം. ഈ താറിൽ പോവാം. ഇനിയിപ്പോൾ നമ്മൾ പുതിയ കാർ എടുക്കല്ലേ, അതുകൊണ്ട് ഈ താറിൻ്റെ ഓട്ടം കുറയും. ഈ താറ് പിന്നെ വല്ലപ്പോഴും എടുക്കുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ ഫോർച്യൂണർ ആയിരിക്കും ഓടിക്കേണ്ടാവുക. എന്തുട്ടായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ഈ സിറ്റിയിൽ പിന്നെ അധികം ആൾക്കാരുടെ കയ്യിൽ ഫോർച്യൂണർ ഇല്ല. ഇവിടെ കാശുള്ള ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഈ ഫോർച്യൂണർ ഉണ്ടാവുള്ളൂ. ഇത് പിന്നെ ശ്രദ്ധിച്ചില്ലേ, ഇവിടെ റോട്ടിൽ ഇഷ്ടം പോലെ വണ്ടികൾ ഉണ്ട്. അതൊക്കെ വില കുറഞ്ഞ വണ്ടികളാ. ഈ വാഗണർ, സ്വിഫ്റ്റ്, ഓൾട്ടോ അങ്ങനത്തെ വണ്ടികളാ. ഒരു മിനിറ്റ്, എനിക്ക് വഴി തെറ്റിയാ. എനിക്ക് ചെറുതായിട്ട് വഴി തെറ്റി. ഷോറൂമിലേക്ക് പോണ വഴി ഇതല്ലായിരുന്നു. നമുക്കൊന്ന് തിരിഞ്ഞിട്ട് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് എത്തേക്കാണ്. ഷോറൂമിനകത്ത് വണ്ടികളൊന്നും കാണാനില്ലല്ലോ. നമുക്ക് നോക്കി നോക്കാം. ഈ താറ് നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ആ താറില്ലേ, അത് വല്ലപ്പോഴേ ഓടിക്കുള്ളൂ. നമുക്കപ്പോൾ ഷോറൂമിൻ്റെ അകത്തേക്ക് കയറാം. ഷോറൂമിൻ്റെ അകത്തെ ഒരു ബൈക്ക് ഇരിക്കണേ. ഇതേതാ ബൈക്ക്? നിഞ്ചയെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇത് കവാസക്കി നിഞ്ചയാ. ഞാനിവിടെ നിഞ്ചയൊന്നും ബുക്ക് ചെയ്തിട്ടില്ല കേട്ടാ. എനിക്ക് തോന്നണതേ ഇത് വേറെ ആരോ ബുക്ക് ചെയ്ത വണ്ടിയായിരിക്കുന്നു. അയാൾ ഇതുവരെയ്ക്കും ഡെലിവറി എടുത്തിട്ടില്ല. ഇയാൾ പിന്നെ കുറച്ച് റിച്ചായ ആളാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇയാൾ നിഞ്ചയാണ് ബുക്ക് ചെയ്തത്. നമ്മുടെ സിറ്റിയിലാണെങ്കിൽ നിഞ്ച ഭയങ്കര റെയറാ. എല്ലാവരുടെ കയ്യിൽ ഈ ബൈക്കൊന്നും കാണില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അയാൾ വന്നിട്ട് ഈ ബൈക്ക് ഡെലിവറി എടുക്കട്ടെ. അതിനു മുൻപേ ഈ വീഡിയോ ഇതുവരെയ്ക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതുവരെയ്ക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡെലിവറി എടുക്കാം. 20 minutes later. ഓക്കെ, അയാളെങ്ങനെ ആ ബൈക്കൊക്കെ ഡെലിവറി എടുത്തുട്ടാ. ഇനി അടുത്തത് നമ്മുടെ ഫോർച്യൂണറാ. നമുക്കപ്പോൾ പോയിട്ട് ആ ഫോർച്യൂണർ ഡെലിവറി എടുക്കാം. ലെറ്റ്സ് ഗോ. നമ്മുടെ കാർ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ കാറ്, ടൊയോട്ട ഫോർച്യൂണർ. ഇത് പിന്നെ ഫോർച്യൂണർ 4x4 അല്ല കേട്ടാ, 4x2 4x4 ഇച്ചിരി റേറ്റ് കൂടുതലാ. അത്ര കാശ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ഞാനതുകൊണ്ട് 4x2 അടിച്ചത്. 4x2 ആയാലും എന്താ കുഴപ്പം? നമ്മുടെ കയ്യിൽ ഒരു ഫോർച്യൂണർ ഇല്ലേ, അത് മതി. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കാം. എന്നിട്ട് ഒരു റൈഡൊക്കെ പോയിട്ട് വരാം. ഞാൻ പിന്നെ ആദ്യമായിട്ടാ ഇത്ര വല്ല കാറൊക്കെ ഓടിക്കണേ. എൻ്റെ താറ് പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ഒന്ന് എടുക്കാം. അതിപ്പോൾ അവിടെ കിടന്നോട്ടെ, ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല. നമുക്ക് പിന്നെ ഈ ഫോർച്യൂണർ ഒന്ന് മോഡിഫൈ ചെയ്യണം. ആക്ച്വലി എനിക്ക് ബ്ലാക്ക് കളറായിരുന്നു ഇഷ്ടം. പക്ഷേ ബ്ലാക്ക് കളർ മേടിക്കുകയാണെങ്കിലേ അതിന് വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണ്. ഒരു 5 മാസമെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. 5 മാസം വെയിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ ബുക്ക് ചെയ്തു. അതിപ്പോൾ സീനില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് എത്തിയേക്കാണ്. ഇത് പിന്നെ ബെന്നിയുടെ വർക്ക്ഷോപ്പാ. ബെന്നി പെടയിട്ട് വണ്ടികൾ മോഡിഫൈ ചെയ്യും. നമുക്കപ്പോൾ ഈ ഫോർച്യൂണറും കൂടി മോഡിഫൈ ചെയ്യാം. നമുക്ക് ആദ്യം ഈ വണ്ടിയുടെ കളർ മാറ്റാണ്ടാ. ഈ ഗ്രേ കളറില്ലേ, അത് കാര്യമില്ല. നമുക്കപ്പോൾ ബ്ലാക്ക് കളർ കൊടുക്കാം. ബ്ലാക്ക് കളർ നൈസായിട്ട് കേട്ടാ. ഒരു മാഫിയയുടെ കാർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സൊക്കെ ടിൻ്റ് അടിക്കാം.
ശരിക്കും ഇവിടെ ഇന്ത്യയിൽ ടിന്നടിക്കാൻ പാടില്ല, ഇല്ലീഗലാ. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ വേറെ എന്താ ചെയ്യണ്ടേ? വേറെ എന്ത് മോഡിഫിക്കേഷൻസ് ഉള്ളത്? നമ്മൾ വണ്ടിയുടെ കളറൊക്കെ മാറ്റി. നമുക്ക് വേണമെങ്കിലേ വണ്ടിയുടെ വീലൊക്കെ മാറ്റാം കേട്ടാ. സ്റ്റോക്ക് വീല് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു പുതിയ വീല് വയ്ക്കാം, പുതിയ അലോയ്സ് വയ്ക്കാം. ഈ അലോയ്സ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ, കാണാനായിട്ട് ഭംഗിയുണ്ട്. നമുക്ക് അലോയ്സിൻ്റെ കളർ മാറ്റാം, ബ്ലാക്ക് കളർ കൊടുക്കാം. റെഡ് കളറ് റെഡ് കളർ വേണ്ട, ബ്ലാക്ക് തന്നെ മതി. ബ്ലാക്കാണ് ഭംഗി. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിൽ ബൂസ്റ്റർ വയ്ക്കാം കേട്ടാ. ബൂസ്റ്റർ വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ വണ്ടി നല്ല സ്പീഡിൽ പോവും. ഇനി ടയർ സ്മോക്ക് ഏത് കളർ കൊടുക്കുക? എൻ്റെ വണ്ടിയുടെ കളർ ബ്ലാക്കാ. ബ്ലാക്കിന് ഏത് കളറാണ് മാച്ചിങ്? വയലറ്റ് കുഴപ്പമില്ല. വയലറ്റ് വേണ്ട, വേറെ കളർ നോക്കാം. ബ്ലൂ കളർ മതിയാ. ബ്ലൂ കളറ് വലിയ കുഴപ്പമൊന്നുമില്ല, കാണാനായിട്ട് ഭംഗിയുണ്ട്. വേറെ കളറൊന്നും കാര്യമില്ല. നമുക്കപ്പോൾ ബ്ലൂ കളർ ഫിക്സ് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഈ വണ്ടിയില്ലേ അത് പെടയായിട്ട് മോഡിഫൈ ചെയ്തോട്ടാ. ബ്ലാക്ക് കളർ കാണാനായിട്ട് നൈസായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടല്ലേ ഒരു മാഫിയയുടെ കാറാണെന്ന് തോന്നുള്ളൂ. നമ്മൾ ഓൾറെഡി ഒരു മാഫിയാണ്. എന്നാലും ഒരു മാഫിയ കാറ് കിടന്നോട്ടെ. ഞാൻ പിന്നെ ഈ വണ്ടിയിൽ ബൂസ്റ്റർ വെച്ചു, അതുകൊണ്ട് ഈ വണ്ടിയിലേ അത് നല്ല സ്പീഡിൽ പോവുണ്ട്. നമ്മളപ്പോൾ ഹൈവേയിൽ പോവുകയാണെങ്കിലേ ബൂസ്റ്റർ ഇട്ട് പോയാൽ മതി. അന്നേരം വണ്ടി ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഓക്കെ ഗേസ്, ഇവിടെ ഞാൻ ഈ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കാണ്. നമുക്ക് ഈ വണ്ടിയിലേ അത് ഗാരേജിൽ പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, ഗാരേജിൽ പാർക്ക് ചെയ്യണ്ട, നമുക്കത് പുറത്ത് തന്നെ പാർക്ക് ചെയ്യാം. 4 ആൾക്കാർ എൻ്റെ വണ്ടി ഒന്ന് കാണട്ടെ. ഇവിടെ പിന്നെ സിറ്റിയിലേ അധികം ആൾക്കാരുടെ കയ്യിൽ ഇങ്ങനത്തെ വണ്ടിയൊന്നുമില്ല. ഇപ്പോൾ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഐ ആം ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ സിറ്റി എന്നൊക്കെ പറയും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ല, മൊത്തം ക്യാഷ് ഈ ഫോർച്യൂണറിൽ ചിലവാക്കി. ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കണം, എന്നിട്ട് വേണം ഈ വണ്ടിയിൽ ഡീസൽ അടിക്കാനായിട്ട്. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ കയ്യിലേ മഹീന്ദ്ര താറുണ്ട്, അത് വിറ്റിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കാം. അതിപ്പോൾ വലിയ വിഷയങ്ങളൊക്കെ ആയിരുന്നല്ലോ.